ഗൈസ്, സോ ഞങ്ങളിന്ന് പോകുന്നത് എങ്ങോട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിലോട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ടി സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് പോണത്. ഞാൻ അവിടുന്ന് 10 കഴിഞ്ഞ് ഇറങ്ങിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ടി സി വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ടി സി വാങ്ങാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്ന കാരണം അന്ന് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു വഴിക്ക് പോകുമ്പോഴാണ് വണ്ടി വല്ല തവള ചാടി കളിക്കണ പോലെ ചാടി കളിച്ചിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, കുറേ നേരം ഇതേപോലെ കിടന്ന് ചാടി കളിച്ചിരുന്നു. അങ്ങനെ ചാടലിൻ്റെ ഒക്കെ ശേഷം ഒടുവിൽ എൻ്റെ സ്കൂളിലെത്തി. അവിടെ എന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിന്റെ ടൈം ആയ കാരണം സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ. Listen. We'll be making one more lap along with your teachers. Okay. ഈ നിൽക്കണത് ഞാൻ തന്നെ കേട്ടോ. പക്ഷേ എന്താ ചെയ്യേണ്ട, ഫാൻസിൻ്റെ ഒക്കെ ഒരു കാര്യം എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് വിളിച്ച്. പിന്നെ ഞാൻ ആ സ്കൂളിൽ മെയിനായ കാരണം എല്ലാവർക്കും എന്നെ അറിയാം. ഗൈസ്, ദിസ് ഈസ് മൈ സ്കൂൾ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ ടി സി വാങ്ങാൻ ചെന്നപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് മിസ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു സ്കൂളും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും എല്ലാവരെയും. സത്യം പറഞ്ഞാൽ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയണ പോലെ ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന ടൈം നമുക്ക് തോന്നും അതെങ്ങനെയെങ്കിലും പഠിച്ചുവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ. പക്ഷെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിഗ്രറ്റ് അടിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് അടിക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ സ്കൂളിലോട്ട് എനിക്കണ്ട് കയറിയപ്പോൾ പെട്ടെന്ന് നെഞ്ഞൊക്കെ എന്തോ ഒരു മിടിപ്പ് അങ്ങോട്ട് കൂടി. പിന്നെ ഇരിക്കണവർ ഇപ്രാവശ്യത്തെ 10th ഇയറാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവരായിട്ട് വല്ല ബദറിയുദ്ധായിരുന്നു ഞങ്ങൾ. അത് പിന്നെ പറയണ്ടല്ലോ, 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും തമ്മിൽ എന്തായാലും ഒരു തല്ലുണ്ടാകും. സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ തല്ലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തല്ലിരുന്ന് 2 ടീം വരും. തീരെ വിട്ടുകൊടുക്കൂലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നില്ലേ, ഈ കുട്ടികളുടെ ഇടയിലേക്കൊന്ന് ശ്രദ്ധിച്ചൊക്കെ കാണാൻ ഒരാൾ തുള്ളി തുള്ളി വരുന്നത്. അത് വേറെ ആരല്ല, ഞങ്ങൾ പ്രിൻസിപ്പാളാണ്. പിന്നെ ഇത് ഞങ്ങൾ ഹിന്ദി മിസ് അല്ല എന്നാണ് ആളെ പേര്. പക്ഷെ ഞങ്ങൾ ഹിന്ദി മിസ് എന്ന് വെച്ചിട്ട് അത് അങ്ങനെ ശീലമായി. പിന്നെ വേൾഡ് കപ്പിന്റെ ഭാഗമായ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് അവർ ഏത് ടീമാണോ ആ ടീമിന്റെ ജേഴ്സിയും ഫ്ലാഗും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടീമിന്റെ ഇടയിൽ ഫഹദ് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവനക്ക് വയ്യാത്ത കാരണം അവനൊന്ന് സ്കൂളിലോട്ട് വിട്ടില്ല. പിന്നെ ഈ ജേഴ്സി ഇട്ട് വരുന്നത് സ്റ്റുഡന്റ് ഒന്നല്ല കേട്ടോ, അത് ഞങ്ങളുടെ മാത്സ് സാറാണ്. ആളെ പേര് ഫഹദ് എന്നാണ്. ആള് പിന്നെ കട്ട അർജന്റീന ഫാൻ ആയ കാരണം മെസ്സിയുടെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ആളും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറെ മിസ്സുമാരും സാറുമാരും പോയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ 10ൽ പഠിപ്പിച്ച കുറെ ആൾക്കാർ സ്കൂളിൽ മാറി പോയിട്ടുണ്ട്. പകരം വേറെ കുറെ മിസ്സുമാരൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ മിസ്സുമാരും സാറുമാരും നമ്മൾ കാരണമൊന്നല്ല, അവർ നമ്മൾ ചീത്ത പറയണ കാരണം. സംഭവം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പറഞ്ഞതെന്നുണ്ടെങ്കിലും ആ ടൈം നമുക്കിതൊന്നും പിടിക്കൂല. ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും അറാമ്പറപ്പിന്റെ അങ്ങേ അറ്റായിരുന്നു സ്കൂളിൽ. ഈ വരുന്നത് ഞങ്ങൾ പഠിക്കുമ്പോഴത്തെ HOD ആയിരുന്നു അജിത മിസ്. ആളുടെ നിന്ന് ചീത്ത വെക്കാത്ത ദിവസം തന്നെ ഉണ്ടാവൂല. എന്താന്നറിയില്ല, ആളെന്ന് ചീത്ത കെട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ആൾ ഇംഗ്ലീഷ് ടീച്ചറാണ്. അതാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഈ പോണത് ഞങ്ങൾ വൈസ് പ്രിൻസിപ്പാളാണ്. അവൻ്റെ പഠിച്ചോനെ, ആള് നിൽക്കണ ഭാഗത്തേക്കേ ഞങ്ങൾ പോകൂല. ആളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടി. ഇപ്പുറത്ത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് കൂടെ കറങ്ങിപ്പോകും ആൾ കാണാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ ആള് ഞങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യും, ഞങ്ങളെ അടുത്ത് വിളിപ്പിക്കുകയും ചെയ്യും. ഫൈസ മിസ്, ആൾ കെമിസ്ട്രി ആണ് എടുക്കുന്നത്. ആൻഡ് ആ വരുന്നത് നിമിഷ മിസ്. ആളായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്ത് മാത്സ് ടീച്ചറും അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും. കഴിഞ്ഞ കൊല്ലത്ത് മാത്രമല്ല ഇക്കൊല്ലം ഞങ്ങൾക്ക് മാത്സ് എടുത്തത് ആള് തന്നെയാണ്. പക്ഷെ ക്ലാസ് ഷഫിളാക്കിയതിന് ശേഷം എനിക്ക് മാത്സ് എടുത്തത് ഫഹദ് സാറാണ്. നേരത്തെ അജിത മിസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിമിഷ മിസ്സിന്റെ കാര്യവും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ക്ലാസ് ടീച്ചർ ആയ കാരണം കുറേ ചീത്തയും മടിയൊക്കെ അളിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എക്സാമൊക്കെ അടുക്കുമ്പോൾ പഠിക്കണവരനുസരിച്ചിട്ട് ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളാക്കി ക്ലാസ് മാറുന്ന ലാസ്റ്റ് മിനിറ്റ് ആൾ ഞങ്ങളെ കൊണ്ട് കോളേജ് ലെറ്റർ എഴുതിപ്പിച്ചിട്ടുണ്ട്. കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നെഹലയും സംസാരിച്ചെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ 3 പേരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ, നെഹല, ഹൈഫ, ഞങ്ങൾ 3 പേര് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് അവിടെ എന്തെങ്കിലും തല്ലുണ്ടാകും. ചിലപ്പോൾ തല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ 3 പേരും പോണ കണ്ട എല്ലാവരും ചോദിക്കും എന്തേ അടുത്ത തല്ലുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും അവിടെ നടന്നിരുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് പോയി ടി സി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പേപ്പറിന്റെ കയ്യിൽ തന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ഒറിജിനൽ ടി സി റിസീവ് എഴുതും, അതേപോലെ തന്നെ എൻ്റെ പേരും ഒപ്പും ഒക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ എഴുതി കൊടുത്ത് ആ എഴുതുന്ന ടൈമിലാണ് എനിക്ക് വിഷമം. അത്രയും നേരം ഒരു കുഴപ്പമില്ലാണ്ട് നിന്ന് ഞാൻ ആ സംഭവം എഴുതുമ്പോഴത്തേനും എന്തോ എനിക്ക് എഴുതാനൊന്നും പറ്റിയിരുന്നില്ല. ഒപ്പൊക്കെ ചിരിഞ്ഞിട്ട് ഏതോ ഭാഗത്തോട്ട് പോയി. അങ്ങനെ കൈസ് അവസാനം എൻ്റെ ടി സി എൻ്റെ കയ്യിലോട്ട് അവർ ടി സി വാങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കുറെ പേര് എൻ്റെ അടുത്തോട്ട് വന്നു. നമ്മൾ പിന്നെ അങ്ങനെ ചാട പിടിച്ചിരിക്കുന്ന ടീംസ് ഒന്നുമില്ല, അത് കാരണം അവിടെ എല്ലാവരും ഏറ്റവും കമ്പനി ആയിരുന്നു. അങ്ങനെ അവരെ കണ്ട് സംസാരിച്ച് കൈയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ കുമാരി ലമ്മ ഫൈസൽ അത്രേ കുമാരി ലമ്മ ഫൈസൽ ലമ്മയുടെ ടി സി. ലമ്മ എനിക്ക് എന്താണ് എനിക്ക് എന്താ പറയാനുള്ള ഈ ഇപ്പോൾ സംഭവം ഞാൻ അങ്ങനെ കാട്ടിയെങ്കിലും പക്ഷെ വിഷമം പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരുപാട് മനോഹരമായ മെമ്മറീസ് തന്നെ എൻ്റെ സ്കൂളിനോട് ഞാൻ വിട പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ടാണ്. ഈ പാലം വന്നതിന് ശേഷം ബൈക്കിൽ പോകാൻ എന്നെ പറ്റില്ല, കാരണം ഈ ഡ്രസ്സിൻ്റെ ഹെൽമെറ്റിൻ്റെ ഒപ്പം ഞാൻ അങ്ങോട്ട് പറന്നു പോകും. ഒരു സൈഡിൽ ഷാള് പിടിക്കണം, വേറെ സൈഡിൽ ഡ്രസ്സ് പിടിക്കണം, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2 കൈയും ഉണ്ട്, ഞാനും ഉണ്ട്.
അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. അങ്ങനെ അത് അവിടുന്ന് മണത്തില്ലെങ്കിൽ ഒരു അത് മനസ്സമാധാനം. സംഭവം നല്ലതല്ല, കേടാണെന്നറിയാം, എന്നാലും അത് വല്ലാത്തൊരു ഇതാണത്. അങ്ങനെ അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. ഞങ്ങൾ അവിടുന്ന് വല്ല ഉന്നക്കട വേറെ ടൈപ്പ് ഒരു ഉണ്ട പോലത്തെ കഴിച്ച്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാനും ഉമ്മ 2 വെച്ചിട്ട് വാങ്ങി. അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിലയങ്കോടക്ക് പോയി എന്നൊന്നും പറയാനില്ല. ആ കടയുടെ തൊട്ടപ്പുറത്ത് കൂടെയാണ് വിലയങ്കോടുക്കൽ വഴി. വിലയങ്കോട് മീൻസ് ഉമ്മമാരുടെ വീട്ടിലോ. അവിടെ എത്തിയപ്പോൾ മാമിയുടെ മക്കളുണ്ടായിരുന്നു. അവരാണ് എൻ്റെ ഉമ്മാനെ കണ്ടപ്പോൾ വണ്ടിയിലോട്ട് ചാടി കയറി ഇരുന്നിട്ടും ഉണ്ട്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ വന്ന സന്തോഷമാണ് ഈ 2 ചെറുതുകളും മുഖത്തും കളി കാണുന്നത്. ഇവിടെ ഞാൻ വീഡിയോ ഇതാണ് ഞങ്ങളെ മക്കട്ടി നാത്തൂന്. ആകെ ഒരു നാത്തൂനുള്ളൂ. 10, 15, 20 തുല്യാണ്. അങ്ങനെ കഴിച്ച് അവിടെ എത്തിയതിന് ശേഷം അവർക്ക് ചായക്ക് കടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൊടുത്ത് പിന്നെ ചെറുതായിട്ട് കുറച്ച് നേരം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. വിലയങ്കോട് കയറാനുള്ള കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ, ആരോരും കണ്ടതില്ല. അങ്ങനെ കഴിച്ച് അതും എടുത്തിട്ട് ഞാൻ വന്ന്. പിന്നെ ആളീ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചാക്ക് എടുത്തിട്ട് നേരെ ഫ്രണ്ടിലാണ് കൊണ്ടുപോയിട്ടത്. ഈ ഒരു ചാക്ക് ഞാൻ ബാക്കി വെച്ചിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കൂലേ, അത് കാരണം ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അതിനാണ് ഈ മുഖം അങ്ങനെ കയറ്റി പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ചാക്കും വെച്ച് വരാൻ നേരത്ത് മാമി കടുമാങ്ങ ഇട്ടതൊരു പാത്രത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.